കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് സർവകലാശാല വി സി ബി അശോകിനെതിരെ വൻ പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷനിൽ വി സിയെ തടഞ്ഞ് SFI. വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുകയാണ്. നിർബൻ, ഫീസ് വർധനവിനെതിരെയായിരുന്നു പ്രധാന പ്രതിഷേധം. ശക്തമായ പ്രതിഷേധമാണ് SFI അവിടെ കാഴ്ചവെച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരി, കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ബി അശോക് സർവകലാശാലയിൽ വിദ്യാർത്ഥി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നു എന്ന പേരിലാണ് SFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ബി അശോക് വാഹനത്തിൽ കയറാൻ എത്തിയപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. പോലീസ് കടുത്ത ശക്തമായ പ്രതിരോധം തീർത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാൻ ആയത് തന്നെ. വിദ്യാർത്ഥികൾ രണ്ട് ഗേറ്റിലും സർവകലാശാല ഈ റെയിൽവേ സ്റ്റേഷന്റെ രണ്ട് ഭാഗത്തേക്കും മെയിൻ ഗേറ്റിലും ഇറങ്ങുന്ന രണ്ട് എൻട്രൻസിലും വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ തടഞ്ഞു. ഒരു വഴിയിലൂടെ വിദ്യാർത്ഥികളെ കണ്ണുവെട്ടിച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം പോലീസ് നടത്തി. പക്ഷേ അപ്പോഴേക്കും വിദ്യാർത്ഥികൾ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വാഹനത്തിനുള്ളിൽ കയറാതെ ബി അശോക് വിദ്യാർത്ഥികൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഇത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കി. അതിനുശേഷം പോലീസ് ഈ പറഞ്ഞ വാഹനത്തിന് ചുറ്റും പൂർണ്ണമായി വിദ്യാർത്ഥികൾ തടയുന്ന അവസ്ഥയുണ്ടായി. വാഹനം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ശക്തമായ പ്രതിഷേധമാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഉണ്ടായത്. അവസാനം പോലീസ് ഏകദേശം 10-15 മിനിറ്റോളം പരിശ്രമിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികളെ പൂർണ്ണമായി മാറ്റി തമ്പാനൂരിൽ കടത്തി, ഈ റെയിൽവേ സ്റ്റേഷൻ കടത്തി ബി അശോകിന്റെ വാഹനം പുറത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം വിദ്യാർത്ഥികൾ തമ്പാനൂരിൽ നടത്തി ഐലൻഡ് ചുറ്റി പ്രകടനം നടത്തിയ ശേഷമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അടക്കമുള്ള നേതാക്കളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. കാർഷിക സർവകലാശാലയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുവാദം പോലും കൂടാതെ, അവരുടെ പോലും ശുപാർശയില്ലാതെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ബി അശോക് ഏകപക്ഷീയമായി ഫീസ് വർധനവ് നടത്തിയെന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. 3 ഇരട്ടിയോളം ഫീസ് വർദ്ധിപ്പിച്ചു. UG, PG, PhD വിദ്യാർത്ഥികൾക്ക് അമിത നിരക്കിലാണ് ഇപ്പോൾ ഫീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സർവകലാശാലയ്ക്ക് വരുമാനം കണ്ടെത്താൻ അധികമായി വരുമാനം തേടേണ്ടതുണ്ട്. ഇതിനുവേണ്ടി വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കണം എന്നതാണ് ബി അശോകിന്റെ ന്യായം. ഇതിനെതിരെയാണ് SFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഇന്ന് ഉണ്ടായത്. ഇന്ന് ബി അശോകിന്റെ വീട്ടിലേക്കും വിദ്യാർത്ഥികൾ പ്രകടനമായി എത്തി അവിടെ പോസ്റ്റർ പതിച്ചിരുന്നു. അതിനുശേഷമാണ് ബി അശോക് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ശക്തമായ പ്രതിഷേധം തീർത്തത്. സിന്ധൂരി.